22, 41. ഇതെന്തുവാ? അയ്യോ, ആരോ കാലി കുത്തി. ആരാ കുത്തിയത്? ഓ, ഞാൻ തന്നെയാണ്. ഹലോ അമ്മേ. എടാ, എന്തായി? നിങ്ങൾ എപ്പോഴാ വരുന്നേ? ഇല്ലമ്മേ, ഞങ്ങക്ക് വരാൻ പറ്റത്തില്ല. എനിക്ക് ലീവ് കിട്ടിയില്ല. ഓ, ഈ വിഷു എങ്കിലും മക്കളെയും കൊച്ചുമക്കളോടെ ആഘോഷിക്കാന്ന് അമ്മ വിചാരിച്ചതാ. അപ്പൊ മോന് അമ്മയുടെ ചെലവഴിക്കാൻ സമയമില്ലല്ലേ? അമ്മേ, എന്തായാലും ഞങ്ങൾ ഓണത്തിന് വരാം. പോടാ കഴിവേറിക്ക മകനെ. ജാനകി ചേച്ചി വന്നില്ലേ അമ്മേ? എടാ, നിങ്ങളൊക്കെ ഇന്ന് വരുമെന്ന് വിചാരിച്ച് ഞാൻ അവളോട് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞടാ. ഇപ്പൊ അമ്മ ഒറ്റയ്ക്കാണോ? ഓ, അല്ലേലും ഞാൻ ഇന്ന് ഒറ്റയ്ക്കല്ലേടാ. നീയൊക്കെ എന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ലല്ലോടാ. വെച്ചിട്ട് പോടാ, എനിക്ക് ആരെയും വേണ്ട. ഈ വിഷു ഞാൻ ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അച്ഛാ, അമ്മ ദേഷ്യത്തിലായിരിക്കും അല്ലേ അച്ഛാ? ആന്നറാ, നമ്മൾ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നല്ല ദേഷ്യത്തില്ല. നമ്മളിന്ന് പോയി കഴിഞ്ഞാ അമ്മൂമ്മ സർപ്രൈസ് ആവും അല്ലേ അച്ഛാ? ആദ്യം കണിക്കൊന്ന നോക്കാം. അത് കണിക്കൊന്ന തന്നെ. അയ്യേ, അടിപ്പാവാടയോ? ഇനിയിപ്പൊ കണിക്കൊന്നൊക്കെ എവിടെ പോവും? കൊന്നപ്പൂ കൊന്നപ്പൂ പടക്കുന്ന കൊന്നപ്പൂ, കൊന്നപ്പൂ കൊന്നപ്പൂ പടക്കണ കൊന്നപ്പൂ. ആരെയാ മക്കളെ അപ്പു കൊന്നത്? അപ്പൂ കൊന്നല്ല അമ്മച്ചി, ഇത് കൊന്നപ്പൂവാ. കൊന്നപ്പൂവാന്നോ? അമ്മച്ചിക്കും കൂടെ താളായിച്ചിരി കൊന്നപ്പൂ. അമ്മച്ചി 50 രൂപ. അയ്യോ, 50 രൂപയോ? ഇത് എന്തൊരു പകൽക്കൊള്ളയാടാ മക്കളെ. വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോകത്തള്ളേ, ആർക്കും ദാനം കൊടുക്ക വെച്ചേക്കുമല്ലേ. ഓ, ഇപ്പൊ കൊറേ തലതെറിച്ച പിള്ളേരുണ്ട് എന്റെ ദൈവമേ. ഞാൻ 50 രൂപയുടെ പൂ നോക്കട്ടെ, കാണിച്ചേ. അമ്മച്ചി, പണ്ടൊക്കെ എവിടെ നോക്കിയാലും കണിക്കൊന്നയായിരുന്നു. ഇപ്പൊ പൂ വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണം. കലികാലം. എന്റെ പട്ടി വാങ്ങും പൈസ കൊടുത്ത് പൂ. അല്ല പൈസ കിട്ടുവോ? നമ്മളെന്തിനാ വെറുതെ കൂടി ആരോഗ്യം കളയുന്ന? അവര് കൊണ്ടുപോട്ടെ, കുറച്ച് പൂവില്ലേ? പൂവായി. ഇനി പച്ചക്കറികൾ വേണം. എടാ കൊച്ചനെ, നീ മറ്റേ വിജയന്റെ മോനല്ലേ ഇവടാ? അല്ലമ്മച്ചി, ഞാൻ മേലത്തെ സുരേഷിന്റെ മോനാ. എന്തുവാ മക്കളെ കയ്യില്? അത് കുറച്ച് കണി വെക്കാനുള്ള പച്ചക്കറികളാ അമ്മച്ചി. ഓ, അയ്യോ എന്തോറ്റി അമ്മച്ചി? അയ്യോ അമ്മച്ചി എന്തോറ്റി അമ്മച്ചി? അയ്യോ, അമ്മച്ചിക്ക് നെഞ്ചോനെ എടുക്കുന്ന മക്കളെ. മുമ്പ് ഒരു വണ്ടി വല്ലതും വിളിച്ചോണ്ടോ? റീത്തോ? അയ്യോ, ഞാൻ ഇപ്പൊ വരാം അമ്മച്ചി. പച്ചക്കറി കിട്ടി. എല്ലാം ആയി. ഇനി ഒരു ചക്കയും കൂടെ വേണം. ഇത് പ്ലാവോ അതോ മാവോ? ഇതിപ്പോ എങ്ങനെ പറിക്കും? ഞാവലൻ ചോലക്കുയിലേ, നീ ഞാവളമാഴം കൊത്തി കഴിച്ചോ. നീ ആരാടാ കൊച്ചനെ? ഞാൻ തണ്ണി ഉണ്ണിപ്പാറ ചക്ക എറിഞ്ഞിടാൻ വന്നതാ. നീ ഇപ്പോഴും ഉണ്ടോടാ കൊച്ചനെ? എന്തുവായാലും ചക്ക കിട്ടി. അയ്യോ, രാവിലെ എണീച്ച് കണി കാണാനുള്ളതാ. ദൈവമേ രക്ഷിക്കണേ. അയ്യോ ഭഗവാനേ, കണ്ണടക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കണ്ണ് കാണത്തില്ല.
തലനാരിഴയ്ക്കാണ് നമ്മൾ രക്ഷപ്പെട്ടത്. സോറി അണ്ണ, എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടല്ലേ. നീ വന്നു കഴിഞ്ഞ് 10ാമത്തെ ദൗത്യമാണ് അമ്പരച്ചുംബികളാകുന്നത്. അത് അണ്ണൻ വലിയ ഓപ്പറേഷൻ പിടിച്ചോണ്ടല്ലേ. അപ്പോൾ താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? അണ്ണൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ഏരിയയ്ക്ക് വന്ന് കവർ ചെയ്തൊരു വീട് കണ്ടുപിടിച്ചു. അവിടെ നമ്മുടെ ഓപ്പറേഷൻ സിമ്പിൾ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതെന്താ? അവിടെ ഒരു വയസ്സായ തള്ളച്ചി മാത്രമേ ഉള്ളൂ. അവരാണെങ്കിൽ അർത്ഥയ്ക്ക് ഉപ്പ് വയ്ക്കാത്തൊരു തള്ളച്ചി, കയ്യിലാണെങ്കിൽ പൂത്ത കാശും. പോരാത്തതിന് അവർക്ക് കണ്ണു നേരെ കാണത്തില്ല. നീ കൊള്ളാം, അപ്പോൾ നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. ആ വീട് ഉറപ്പിച്ചിരിക്കുന്നു. താങ്കളെ എങ്ങനെ ഒരു മികച്ച തസ്കരനാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നീ പറഞ്ഞതുപോലെ അവിടെ അപകട സാധ്യത കുറവാണ്. ഞാനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ ദിനചര്യ അനുസരിച്ച് 12 മണിക്കും 1 മണിക്കും ഇടയിൽ ഉറങ്ങാനാണ് സാധ്യത. അതുകൊണ്ട് ആ വീട്ടിൽ കയറാൻ ഉചിതമായ നേരം രാവിലെ 3-നും 4-നും ഇടയ്ക്കാണ്. വീടിനകത്ത് കയറിയ നമ്മൾ ശബ്ദമുണ്ടാക്കാതെ അവരുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെയുള്ള വിലപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ കവർന്നെടുക്കുന്നു. എന്നിട്ട് സുരക്ഷിതമായി പുറത്തു വരുന്നു. അല്ലണ്ണ, ഇതിൻ്റെ ഇടയിൽ അവരല്ലോ ഉണർന്നാലോ? ഉണർന്നാൽ അവരുടെ മസ്തിഷ്കത്തിൽ ഒരു രക്തപ്രവാഹം ഉണ്ടാക്കി നമ്മൾ രക്ഷപ്പെടുന്നു. സൂപ്പർ അണ്ണ, എനിക്ക് കൊതിയാവുന്നു. നമ്മൾ എന്നാ അണ്ണ പോകുന്നേ? ഏപ്രിൽ 15 ബുധനാഴ്ച രാവിലെ 3-നും 4-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. ഭഗവാനെ കൃഷ്ണ, ഈ ഉള്ളവളുടെ പ്രാർത്ഥന നീ കേട്ടുവോ? വിഷുവിനാണോ അണ്ണാ നിങ്ങൾ മോട്ടിക്ക് ഇറങ്ങുന്നത്? അതും വെളുപ്പിനെ. അബദ്ധം പറ്റിയണം മോനെ. എന്തായാലും ഈ തള്ള നിന്നെ കൃഷ്ണനായിട്ടാ കണ്ടിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, അവരുടെ അടുത്ത് കൃഷ്ണനെ പോലെ സംസാരിക്കേ. ആ ശരി അണ്ണ. വത്സലേ. എടാ വത്സല അല്ലടാ, വത്സേ. വത്സേ. സേ 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 സേ. എക്കോ കൊള്ളാം. വത്സേ, ഞാൻ നിന്റെ ഉണ്ണിക്കണ്ണനാണ്. പ്രഭു, എനിക്ക് മോശം നൽകി അനുഗ്രഹിച്ചാലും. അനുഗ്രഹിക്കാൻ ആദ്യം നീ കണ്ണുകൾ അടയ്ക്കുക. ഓൾറെഡി ഞാൻ കണ്ണടച്ച് നിൽക്കുക പ്രഭു. ഇതിൽ കൂടുതൽ നീ എന്തടയ്ക്കാനാ? എന്നാലും ഒരു സേഫ്റ്റിക്ക് ആ കണ്ണങ്ങ് അടച്ചോ. ആ ശരി എന്റെ കുഞ്ഞീഷ്ണ. അതാരാ? എന്റെ കൊച്ചമ്മാവൻ വളം കൊടുക്കും. അത് കംസനല്ലേ? അങ്ങനെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പൊ വരാം. കണ്ടോ, ഇത്ര ഉള്ള കാര്യം. അണ്ണന്റെ സ്ലാങ്ങിന് എന്തോ പറ്റി? അങ്ങനാണ്. പതിവില്ലാതെ നമ്മുടെ സരസ്വതിയുടെ വീട്ടിൽ നിന്ന് വിഷുവിന്റെ പടക്കമെല്ലാം പൊട്ടുന്നല്ലേ? അതവരുടെ മോനും കൊച്ചുമകളും വന്നിട്ടുണ്ട് കേട്ടോ. മാറാ മക്കളെ, അമ്മയും കൂടെ 2 കൊടുക്കട്ടെ. എടാ നിന്നെ ഇന്ന് വിഷു ആയിട്ട് നീ പറ്റിക്കാൻ നോക്കുന്നത് കൃഷ്ണനെ വേഷത്തിൽ വന്ന്. മാമാ ഹാപ്പി വിഷു. സമൂസ പടക്കം.